PSU സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് 2025 ഫിനാൻഷ്യൽ ഇയറിൽ കടബാധ്യതയില്ലാതെ 50,000 കോടി രൂപയുടെ മൂലധനം സമാഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചില സെലക്റ്റഡ് PSU കമ്പനികളിൽ OFS കൊണ്ടുവരുന്നു എന്ന അപ്ഡേറ്റ്. ഗവൺമെൻറ് ഡിസ്കൗണ്ട് പ്രൈസിൽ സ്റ്റോക്കുകൾ സെൽ ചെയ്യുന്നതിനെയാണ് OFS എന്നറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മണി കൺട്രോളിൽ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിൾ പ്രകാരം ഡിഫൻസ് സെക്ടർ, റെയിൽ, ഫെർട്ടിലൈസർ സെക്ടറിലെ ചില സെലക്റ്റഡ് സ്റ്റോക്കുകളിൽ ഗവൺമെൻറ് OFS കൊണ്ടുവന്നേക്കും. 2024 ബഡ്ജറ്റിനോടനുബന്ധിച്ചായിരിക്കും OFS വരാൻ സാധ്യത. കഴിഞ്ഞ വർഷവും അതായത് 2023 ബഡ്ജറ്റിലും ഗവൺമെൻറ് OFSൽ നിന്നും മൂലധനം ഉയർത്താനുള്ള തീരുമാനമുണ്ടായിരുന്നു. ഫെർട്ടിലൈസർ സെക്ടറിലെ ചില കമ്പനികളിൽ ഗവൺമെൻറ് OFS കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ OFSൻ്റെ സബ്സ്ക്രിപ്ഷൻ മികച്ചതല്ലാത്തതുകൊണ്ട് ഗവൺമെൻറ്റിന് OFSൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു. കഴിഞ്ഞ വർഷവും റെയിൽ സെക്ടറിലെയും ഡിഫൻസ് സെക്ടറിലെയും ചില കമ്പനികളിൽ OFS വരും എന്ന് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും OFSുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം മണി കൺട്രോളിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിൾ പ്രകാരം സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യലാണ് PSU സെക്ടറിലെ പ്രത്യേകിച്ചും ഡിഫൻസ്, റെയിൽവേ, ഫെർട്ടിലൈസർ സെക്ടറിലെ സ്റ്റോക്കുകളിൽ OFS വരാൻ സാധ്യതയുണ്ടെന്ന് അവകാശപ്പെട്ടത്. റെയിൽവേ സെക്ടറിലെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ IRFC, ഫെർട്ടിലൈസർ സെക്ടറിലെ നാഷണൽ ഫെർട്ടിലൈസർ ലിമിറ്റഡ്, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ ലിമിറ്റഡ്, ഡിഫൻസ് സെക്ടറിലെ മസഗോൺ ഡോക്ക് തുടങ്ങിയ കമ്പനികളിലായിരിക്കും OFS വരിക. ഇതിൽ RCF, NFL അതായത് നാഷണൽ ഫെർട്ടിലൈസർ, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ തുടങ്ങിയ കമ്പനികളിലെ OFS ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാമെന്നും സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യൽ പറയുന്നു. മസഗോൺ ഡോക്കിൽ OFS കൊണ്ടുവരുന്നതിന് ഗവൺമെൻറ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അപ്രൂവൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിന് ചിലപ്പോൾ സമയമെടുത്തേക്കും. അതിനുശേഷം IRFCയിലും OFS വരാൻ സാധ്യത കൂടുതലാണ്. നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിന് വേണ്ടി 50,000 കോടി രൂപയാണ് ഗവൺമെൻറ് OFS വഴി സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായും PSU കമ്പനികളിലെ സ്റ്റോക്ക് ഡൈവെസ്റ്റ്മെൻറ്റ് വഴിയായിരിക്കും നടത്തുക. ഡയപാമിൽ നിന്നും പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം IRFCയിൽ ഗവൺമെൻറ് 11.36% സ്റ്റേക്ക് സെൽ ചെയ്ത് 7,600 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിൽ ഗവൺമെൻറ് 10% സ്റ്റോക്ക് സെൽ ചെയ്തേക്കാം. RCF രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസറിൽ 10%, നാഷണൽ ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽസിൽ 20% സ്റ്റോക്ക് സെൽ ചെയ്ത് 1,200 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാനാണ് പ്ലാൻ. വളരെയധികം പ്രാക്ടിക്കലും എഫിഷ്യൻറ്റുമായിട്ടുള്ള ഒരു ഫണ്ട് റൈസിംഗ് ടൂളാണ് OFS അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ. അതേസമയം OFS വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് മാർക്കറ്റ് കണ്ടീഷനും അതുപോലെ തന്നെ OFSന് ലഭിക്കുന്ന സബ്സ്ക്രിപ്ഷനിലും അനുസരിച്ചിരിക്കും. ഇനി പ്രധാനപ്പെട്ട OFS വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളിലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്കാം. IRFC എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.40% ഉയർന്ന് 173 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 200. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ ചെറിയ ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. 2.2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 86.36% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 1.08, DISന് 0.89, പബ്ലിക്കിന് 11.6% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനികളിൽ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 75% കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി IRFC എന്ന കമ്പനിയിൽ OFS വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തേത് നാഷണൽ ഫെർട്ടിലൈസർ ആൻഡ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2.7% ഉയർന്ന് 130 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 155. 52 വീക്ക് ഹൈയിൽ നിന്നും ചെറിയ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 6,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 42.68. നാഷണൽ ഫെർട്ടിലൈസർ ലിമിറ്റഡിൽ ഗവൺമെൻറ്റിന് 74.71% സ്റ്റേക്കാണുള്ളത്. FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 1.1% നിന്നും 0.4 കുറയ്ക്കുകയും DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 0.5 നിന്നും 8.3 കുറയ്ക്കുകയും ചെയ്തു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 15.6 നിന്നും 16.4 ഉയർന്നിട്ടുണ്ട്. മൂന്നാമത്തേത് രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 3% ഉയർന്ന് 192 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 227 52 വീക്ക് ഹൈ, 105 52 വീക്ക് ലോ. 11,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിംഗ്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.9 നിന്നും 2.5 ഉയർന്നിട്ടുണ്ട്. DISന് 0.3%, പബ്ലിക്കിന് 22% സ്റ്റേക്ക് ഹോൾഡിംഗ്.
പിന്നീട് OFS വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാന സ്റ്റോക്ക് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡറാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 3% ഇടിഞ്ഞ് 4282 ക്ലോസിംഗ് നൽകി. 79,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 44.5. 52 വീക്ക് ഹൈ 4584, 52 വീക്ക് ലോ 1230. പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് 84.8% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. IRFC പോലെ 75%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ് കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് OFS അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ കൊണ്ടുവന്നാലേ പറ്റൂ. അതുകൊണ്ട് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. FASൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 3.3%-ൽ നിന്നും 2.3%-ലേക്ക് ഇടിഞ്ഞപ്പോൾ DAA സ്റ്റേക്ക് ഹോൾഡിംഗ് 0.4-ൽ നിന്നും 0.6-ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 11.4-ൽ നിന്നും 12.1-ലേക്ക് ഉയർന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്